അങ്ങനെ പുതിയ KPCC പ്രസിഡന്റിനെ ഐതിഹാസികമായി പ്രഖ്യാപിച്ച ശേഷം അടുത്ത സാഹസിക പ്രകടനത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പുതിയ DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന്. വാർത്തകൾ വാസ്തവമെങ്കിൽ മഴക്കാലത്തിന് മുമ്പേ തന്നെ കേരളത്തിൽ ഒരു ഉരുൾപൊട്ടലിന് കൂടി സാധ്യതയുണ്ട്. പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന കോൺഗ്രസ്സുകാരെല്ലാം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതാണ്. ഇവിടെ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതിൻ്റെ അലയൊലികൾ ഇതുവരെ തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് DCC പ്രസിഡന്റുമാരെ കൂടെ കൊണ്ടുവരുന്നത്. പുതിയ KPCC സാരഥികളുടെ സ്ഥാനം ഏറ്റെടുക്കാൻ തന്നെ സംഭവ ബഹുലമായിരുന്നു. സ്ഥാനം കിട്ടിയവർക്ക് സന്തോഷം, കിട്ടാതെ പോയ ആൾക്കാർക്ക് ആവലാതി, പ്രസിഡന്റ് പോരെന്ന് തോന്നിയവരുടെ ബഹിഷ്കരണം എന്ന് വേണ്ട ഒരു കോൺഗ്രസ് സംസ്കാരത്തിന് വേണ്ട എല്ലാ ചേരുവകളും തെല്ലും കുറയാതെ എല്ലാം സമഞ്ജസമായി സമ്മേളിച്ച അന്തരീക്ഷത്തിലായിരുന്നു പുതിയ പ്രസിഡന്റിന്റെയും സഹപ്രവർത്തകരുടെയും സ്ഥാനാരോഹണം. കൊടിക്കുന്നിൽ സുരേഷിന്റെ പരാതി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രസിഡന്റ് ആക്കാത്തതിലാണ്. അർഹതയുണ്ടായിട്ടും ദളിതർ തഴയപ്പെടുന്നുവെന്നാണ് സുരേഷിന്റെ വിലയിരുത്തൽ. എന്നാലും അത് ആരായിരിക്കും അർഹതയുണ്ടായിട്ടും തഴയപ്പെടുന്ന ആ പാർശ്വവൽക്കരിക്കപ്പെട്ടയാൾ? അല്ല, അതിപ്പോൾ സുരേഷ് ഏട്ടൻ തന്നെയല്ലേ, വേറെ ആരെയും കാണുന്നില്ലല്ലോ. എനിക്ക് കാണാൻ പറ്റാത്തതാണോ? ഇനി മുരളീധരന്റെ സങ്കടം ഒന്ന് കേട്ടു നോക്കാം. ജനപ്രതിനിധികളായവർക്ക് പാർട്ടി പദവി കൊടുത്തതാണ് മുരളിയേട്ടന്റെ മനോവിഷമത്തിന് കാരണം. ജനപ്രതിനിധികളെല്ലാം പാർട്ടി അധ്യക്ഷന്മാരും മറ്റുമായ അവർക്ക് അവരുടെ പണി ചെയ്യാൻ പറ്റില്ല എന്നതാണ് മുരളിയെ ധർമ്മസങ്കടത്തിലാക്കിയത്. എന്തുകൊണ്ട് MLA യോ MP യോ അല്ലാത്ത ആരെങ്കിലും KPCC പ്രസിഡന്റ് ആക്കണം എന്നതാണ് മുരളിയുടെ ആവശ്യം. പക്ഷെ അങ്ങനെ ഒരാളിപ്പോൾ എവിടെയാണ്? അങ്ങനെ ഒരാൾ മുരളിയേട്ടൻ തന്നെയല്ലേ? മനസ്സിലായി. വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആയെങ്കിലും MMSനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാതെ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലാണ് A ഗ്രൂപ്പിന് അമർഷം. സുധാകരനോട് ചോദിക്കാതെ സുധാകരനെ മാറ്റിയതിലാണ് സുധാകരന്റെ വിഷമം. KC വേണുഗോപാലിന്റെ അപ്രമാദിത്വത്തിനെതിരെ വിവിധ ഗ്രൂപ്പുകൾക്കും നേതാക്കൾക്കും കടുത്ത പ്രതിഷേധമാണെന്നാണ് മാധ്യമ വാർത്തകൾ. പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ അസാന്നിധ്യം കൊണ്ട് പലരും ആ പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. പണ്ടൊക്കെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാണ് അമർഷവും അതൃപ്തിയും പ്രകടിപ്പിക്കുക. ഇപ്പൊ സെമി കേഡർ ആയതിന്റെ ലക്ഷണം കണ്ടുവരുന്നുണ്ട്. തികഞ്ഞ അച്ചടക്കത്തോടെ പരിപാടിക്ക് വരാതിരിക്കുക എന്നതാണ് പുതിയ കാലത്തെ രീതി. അച്ചടക്കം പാലിക്കുന്നതിൽ കർക്കശക്കാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ഇപ്പൊ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധിക്കുന്നത്. കോമഡി ഇതൊന്നുമല്ല. KPCCയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ ഹൈക്കമാൻഡിനെ പോലും ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോയതാണ് പുതിയ KPCC അധ്യക്ഷന്റെ വരവ് കൊണ്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ച മീറ്റിംഗ് പോലും മുൻ KPCC അധ്യക്ഷന്മാരും ഒരു വിഭാഗം MPമാരും ബഹിഷ്കരിച്ചതോടെ AICC ഇപ്പോൾ പ്രതിരോധത്തിലായ അവസ്ഥയിലാണ്. സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം ഇതാണെങ്കിൽ ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം വരുമ്പോൾ മിക്കവാറും സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും. സംഘർഷം കൈവിട്ടു പോവുകയാണെങ്കിൽ മിക്കവാറും മോദിജി ഇടപെട്ട് ഒരു Triumph 400 മിസൈൽ പ്രതിരോധ സംവിധാനം തിരുവനന്തപുരത്തോ കൊച്ചിയിലോ സ്ഥാപിക്കേണ്ടി വരും. കോൺഗ്രസ് അല്ലേ പാർട്ടി, അടിയേറിയൊക്കെ ഏത് വഴി എങ്ങനെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. തടഞ്ഞു നിർത്തി കേരളത്തെ സംരക്ഷിക്കാൻ നിലവിൽ ഫലപ്രദമായ മാർഗം ഇത് തന്നെയാണ്.